ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2012 ഇറങ്ങിയ ബർഫി എന്ന ഹിന്ദി ചിത്രത്തെ പറ്റിയാണ്. ഈ സിനിമ നമ്മൾ കാണുവാണെങ്കിൽ കുറച്ച് നോൺ ലീനിയർ ഒക്കെ ആയിട്ടാണ് കഥ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാനത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലേ. ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ കഥാനായകൻ ജനിക്കുന്നതായിട്ടാണ്. നായകന് സംസാരിക്കാനും കഴിയില്ല, ചെവി കേൾക്കാനും കഴിയില്ല. അവന് ജനിച്ച ഉടനെ തന്നെ അവന്റെ അമ്മ മരിച്ചു പോകുന്നു. അവനെ വളർത്തി വലുതാക്കുന്നത് അവന്റെ അച്ഛനാണ്. ഇതാണ് ഫസ്റ്റ് സീൻ. ഇനി കാണിക്കുന്നത് 1972 ഡാർജിലിംഗിൽ നടക്കുന്ന ഒരു സീനായിട്ടാണ്. അതായത് നായകൻ വളർന്ന് വലുതായതിനു ശേഷമുള്ള കഥ. നമ്മുടെ നായകൻ വേറെ ആരുമല്ല, ബോളിവുഡ് റൊമാൻറ്റിക് ഹീറോ ആയ രൺബീർ കപൂർ ആണ്. പുള്ളിയുടെ ചിത്രത്തിലെ പേര് ബർഫി എന്നാണ്. ഒരു ദിവസം ബർഫിയോട് ഒരു ഫാമിലി അവരുടെ വണ്ടി നിർത്തി ഒരു അഡ്രസ്സ് കാണിച്ച് അത് എവിടെയാണെന്ന് വഴി ചോദിക്കുന്നു. ഇവനാണെങ്കിൽ ചെവി കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പറ്റില്ലല്ലോ. അവൻ മൈൻഡ് ചെയ്യാതെ ആ കാറിന്റെ ഗ്ലാസ്സിൽ നോക്കി മുടിയൊക്കെ ചുരുക്കി ഒതുക്കുന്നു. ആ വണ്ടിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ശ്രുതി. ശ്രുതിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നി. ബർഫി ഒരു ജോളി ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ എപ്പോഴും അവൻ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ ബർഫിക്ക് ഒരു വിശ്വാസമുണ്ട്. റോഡിലുള്ള പോസ്റ്റിനെ പോയി മുറിച്ചിട്ട് അതിന്റെ മുന്നിൽ പോയി നിൽക്കും. അപ്പോൾ അവന്റെ കൂടെ ആരാണോ ഉള്ളത് അവരുടെ കൈ പിടിച്ച് നിൽക്കുമ്പോൾ ഈ പോസ്റ്റ് അവരുടെ മേലെ വീണിട്ടില്ലെങ്കിൽ അവർ ഒരിക്കലും പിരിയില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബർഫി ഇത് അവന്റെ കൂട്ടുകാരനെ വെച്ച് ചെയ്യും. അപ്പോൾ ഇവന്റെ കൂട്ടുകാരൻ പിടിച്ച് വലിക്കും, വാ പോവാം. അവര് പേടിയില്ല, പോസ്റ്റ് വന്ന് അവരുടെ മേലെ വന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു. അപ്പോൾ നമ്മുടെ ഈ സുഹൃത്ത് വന്നിട്ട് അവന്റെ കയ്യിലൊക്കെ പിടിച്ചു വലിക്കും. എന്നാലും ബർഫി മാറാതെ നിൽക്കും. അങ്ങനെ ഓരോ വിശ്വാസങ്ങളുണ്ട് നമ്മുടെ ഈ ബർഫിക്ക്. പിറ്റേന്ന് ഒരു ദിവസം നമ്മുടെ ശ്രുതി ഒരു ട്രെയിനിൽ പോവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ബർഫി അവളെ ഫോളോ ചെയ്ത് ആ ഗ്ലാസ്സിൽ കൈ പിടിച്ച് അവളെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ എന്താ, ഒരു പോസ്റ്റ് റോഡിലുണ്ട്. അവൻ ആ പോസ്റ്റിൽ തട്ടി താഴെ വീഴുന്നു. അതിനുശേഷം നമ്മുടെ ബർഫി ശ്രുതിയെ ഫോളോ ചെയ്ത് പോകുന്നു. എന്നിട്ട് പെട്ടെന്ന് അവളെ കണ്ടിട്ട് സൈൻ ലാംഗ്വേജ് പറയും, നിന്നെ പോലെ ഒരു സുന്ദരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് അവൾ എന്താണ് മറുപടി പറയുന്നതെന്ന് പറഞ്ഞാൽ അവൾ എൻഗേജ്ഡ് ആണ്, അതായത് അവളെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് അവൾ തിരിച്ചു മറുപടിയും പറയും. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ബർഫി ശ്രുതിക്ക് ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ട് നേരെ ക്ലോക്ക്, അവിടെ പട്ടണത്തിലൊക്കെ വലിയ ക്ലോക്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ ക്ലോക്കിന്റെ മണ്ടയിൽ പോയി സമയം മാറ്റുന്നു. അതായത് ആ ലെറ്ററിൽ ഉണ്ടായിരുന്ന വേറൊന്നുമല്ല, ഞാനും നീ ഇപ്പോഴാണ് കാണുന്നത്, നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണ്, ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു കളഞ്ഞേക്കും എന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ കൊടുക്കുന്നു. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഈ ബർഫിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവന്റെ ക്യാരക്ടർ ആയാലും അവന്റെ നിഷ്കളങ്കതയായാലും എല്ലാം അവർക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കുകയും നല്ലൊരു ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നു. ഒരു ദിവസം നമ്മളുടെ ബർഫിയും ശ്രുതിയും കൂടെ സൈക്കിളിൽ പോവുമായിരിക്കും. അപ്പോൾ ഒരു കാർ തന്നെ എതിരെ വന്നിട്ട് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവും. രണ്ടുപേരും താഴെ വീഴുന്നല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഈ ബർഫിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു വിശ്വാസം ഉണ്ടല്ലോ, പോസ്റ്റ് മുറിച്ചിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നതായിട്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മളുടെ ബർഫി ശ്രുതിയെയും കൊണ്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ശ്രുതിയും ആ അവസാനം വരെ ഒന്ന് പിടിച്ചു നിൽക്കുമെങ്കിലും അത് വീഴാനായിട്ട് പോകുമ്പോൾ അവന്റെ കൈ വിട്ടിട്ട് ഓടുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ബർഫിക്ക് ഒരുപാട് സങ്കടമാവുന്നു. എന്നിട്ട് മറ്റൊരു രാത്രി ബർഫിയും ശ്രുതിയും കൂടി ഒരു ട്രെയിനിൽ കയറി അതിലുള്ള കുറെ ഗിഫ്റ്റ് എല്ലാം പാവങ്ങളായ കുറെ കുട്ടികൾക്കായിട്ട് അവൻ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ശ്രുതിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. ശ്രുതിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ട് തന്നെ അവനൊരു ഉമ്മ കൊടുക്കുന്നു. വൈകാതെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ ബർഫിയും നമ്മുടെ ശ്രുതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കിയെടുക്കുന്നു. അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരു മരം വെട്ടുന്ന ഒരാളെ കാണിച്ചിട്ട് ശ്രുതിയുടെ അമ്മ പറയും, അയാളെ കണ്ടോ, അയാളായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷ്, അയാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അയാളെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇപ്പോൾ ഉള്ള ജീവിതം എനിക്ക് തരാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് പറയും, നമ്മുടെ ഈ ബർഫിയാണ് നീ കല്യാണം കഴിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവന് ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. നിന്റെ ജീവിതം എങ്ങനെയായി പോകും? നീ എങ്ങനെ അവന്റെ കൂടെ ജീവിക്കും? ഇതെല്ലാം നീ മനസ്സിലാക്കൂ ശ്രുതി എന്ന് അമ്മ അവളെ ഉപദേശിക്കുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബർഫി ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവളുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ച് അവൾക്ക് ഒരു കല്യാണാലോചന കൊടുക്കാനാണ് നമ്മളുടെ ബർഫി വരുന്നത്. എന്നാൽ ഇത് കണ്ട ഉടനെ അവളുടെ അമ്മയ്ക്ക് കുറച്ച് ദേഷ്യം തോന്നുകയും അവളുടെ അച്ഛനോട് നേരെ തിരിച്ചു പറയുകയും ചെയ്യും, ഇതാണ് ശ്രുതിയുടെ ഫ്രണ്ട്, അവന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അവന് കുറച്ച് പൈസ കൊടുക്കൂ എന്ന് മാറ്റി പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഭാവി വരനുമായി ഒരു മുറിയിൽ ഇരിക്കുന്നത് ഇവൻ ജനൽ വഴി കാണും. അവനത് കണ്ട് ഒരുപാട് സങ്കടമാകും. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ അവന് പൈസ കൊടുക്കുന്നു. അതോടെ കണ്ടപ്പോൾ അവൻ തകർന്നു പോയി. അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ശ്രുതി പിറകെ പോകും. ശ്രുതി പുറകെ പോകുമ്പോൾ തന്നെ ബർഫി സൈൻ ലാംഗ്വേജിൽ പറയും, ഇത്രയ്ക്കൊന്നും നീ എന്നോട് ചെയ്യണ്ടായിരുന്നു, നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ എന്തിനാ എന്നെ ഉമ്മ വെച്ചു, അതുകൊണ്ടല്ലേ ഞാൻ ഇതുവരെ വന്നത്, നീ ആരുടെ കൂടെ ആയിരുന്നാലും സന്തോഷമായി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ അവന് കൊടുത്ത പൈസ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു. ശ്രുതിക്കും ഒരുപാട് വിഷമമാവുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ രണ്ടുപേരും രണ്ട് വഴിക്കായി പോകുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബർഫിയുടെ സുഹൃത്തു എന്ന് പറയും, ശ്രുതി തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ ബർഫി അവളെ കാണാനായിട്ട് സൈക്കിളിൽ പോയി ട്രെയിനിൽ കൈ വയ്ക്കുമ്പോഴത്തേക്കും ആദ്യം സംഭവിച്ചില്ല അതുപോലെ തന്നെ ഒരു പോസ്റ്റിൽ ഇടിച്ച്
ബാധിച്ച് അവൻ താഴെ വീഴുന്നു. അതോടെ ആ ഒരു സീൻ കഴിയുന്നു. പിന്നെ ഒരു സീൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ ആ അച്ഛന്റെ മകളെ തേടി അവളുടെ അപ്പൂപ്പന്റെ വീട് അവളെ കാണാനായിട്ട് വരുന്നു. അവൾക്കാണെങ്കിൽ ഓട്ടിസം ബാധിച്ച ഒരു രോഗിയാണ്. അപ്പോൾ അപ്പൂപ്പനെ അറിയാം അവളെ അവളുടെ അച്ഛനോട് വിട്ടു കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു പരിഗണന അവിടെ കിട്ടില്ല, അവൾക്ക് സുഖമായി ഇരിക്കാനും സാധ്യമല്ല എന്ന് ആ അപ്പൂപ്പന് മനസ്സിലാവും. എന്നിട്ടും അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ അപ്പൂപ്പൻ അവളെ അവളുടെ അച്ഛന്റെ കൂടെ പറഞ്ഞയക്കുന്നു. അവളുടെ പേരാണ് ജിൽമിൽ. ഇപ്പോൾ ഞാനൊരു മുൻപൊരു സീനിൽ പറഞ്ഞില്ല, നമ്മുടെ ബർഫിയും ശ്രുതിയും സൈക്കിളിൽ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവും, അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ആ ഒരു സീനിൽ ആ പാസ് ചെയ്ത് പോയ കാറ് ഇവരുടെ കാറാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ ഓർത്തു വെച്ചിരിക്കുക. ആ കാറിന്റെ ഡ്രൈവർ ആയിരുന്നത് ആരാണ്? നമ്മുടെ ബർഫിയുടെ അച്ഛൻ. അപ്പോൾ ആ അച്ഛൻ സ്ഥിരമായി വണ്ടി ഓട്ടിക്കുന്നത് നമ്മുടെ ജിൽമിലിന്റെ വീട്ടിലാണ്. അപ്പോൾ അവര് കുഞ്ഞിലെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്, ബർഫിയും നമ്മുടെ ഈ ജിൽമിലും. അങ്ങനെ നമ്മുടെ ജിൽമിൽ അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്. ഒരു ദിവസം നമ്മുടെ ബർഫി അവന്റെ അച്ഛനെ കാണാനായിട്ട് പൈസ ചോദിക്കാനായിട്ട് വരും. അപ്പൊ നമ്മുടെ ജിൽമിലിനെ കാണും. ജിൽമിലിനെ കണ്ട് അവൻ ഹായ് ഒക്കെ പറയും. അവക്കാണെങ്കിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് അവനെ കാണുമ്പോൾ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജിൽമിലിന്റെ മുത്തശ്ശനുണ്ടല്ലോ, അതായത് അച്ഛന്റെ വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശൻ മരിച്ചു പോകും. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അയാളുടെ സ്വത്തുവകകളെല്ലാം ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് എഴുതി വെച്ചിട്ട് മരിക്കുന്നത്. നമ്മുടെ ജിൽമിലിന്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് കടബാധ്യതകളും ഉണ്ട്. എന്നാൽ ആകെയുള്ള സ്വത്ത് ട്രസ്റ്റിന് പേരിലുമായി. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പണിക്കാരെയും ജിൽമിലിന്റെ അച്ഛൻ പിരിച്ചുവിടുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബർഫിയുടെ അച്ഛൻ അവിടെ സ്ഥിരമായി ഡ്രൈവർ ആയിരുന്നല്ലോ, പുള്ളിക്കാരനെയും പിരിച്ചുവിടുന്നു. ആ പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ ജിൽമിലിനെ നോക്കാനായിട്ട് ഒരു അമ്മുമ്മയും ഉണ്ടായിരുന്നു. ആ അമ്മുമ്മയും തിരിച്ചു പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്മുടെ ജിൽമിൽ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. അവളുടെ മുത്തശ്ശനും മരിച്ചുപോയി, അവളെ നോക്കാനുണ്ടായിരുന്ന ആ അമ്മുമ്മയും പിരിച്ചുവിട്ടിരിക്കുന്നു. ബർഫിയുടെ അച്ഛൻ ഒരുപാട് കുടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. ഒരു ദിവസം രാത്രി അയാൾ കുഴഞ്ഞു വീഴുന്നു. എന്നാൽ ബർഫി ഉറങ്ങാൻ കിടന്നതിന് ശേഷം അയാൾക്കാണെങ്കിൽ ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. ഇപ്പോൾ താഴത്തെ നിലയിൽ അവന്റെ അച്ഛൻ ബർഫി ബർഫി എന്ന് വിളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ചെവി കേൾക്കാത്തത് കാരണം തിരിഞ്ഞു നോക്കുന്നുമില്ല. പിറ്റേന്ന് രാവിലെ അവന്റെ അച്ഛൻ താഴെ കുഴഞ്ഞു വീണ് കിടക്കുന്നതായി കാണും. അവൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർ ബർഫിയോട് പറയും, 7000 രൂപ അടയ്ക്കണം, 2 ദിവസത്തെ സമയമുണ്ട്, അതിനുള്ളിൽ തന്നെ അടയ്ക്കണം, ഇല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ആരോഗ്യനില ഇനിയും മോശമാകും, ആ ഒരു സർജറി ചെയ്യാൻ കഴിയില്ല എന്ന് അവനോട് സൈൻ ലാംഗ്വേജ് രീതിയിൽ ഡോക്ടർ അവനോട് പറയുന്നു. അങ്ങനെ ബർഫി നേരെ ജിൽമിലിന്റെ അച്ഛനുണ്ടല്ലോ, അതായത് നമ്മുടെ ബർഫിയുടെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ആ വീട്ടിൽ പോയി ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ലെറ്ററിൽ എഴുതി ജിൽമിലിന്റെ അച്ഛനെ കാണിക്കുന്നു. എന്നാൽ ജിൽമിലിന്റെ അച്ഛനാണെങ്കിൽ കടം കയറിയിരിക്കുന്നത് കാരണവും പൈസ ഒന്നും ഇല്ലാത്തതിനാലും അയാളെ സഹായിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ബർഫിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അതായത് ജിൽമിലിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ നിന്ന് നമുക്ക് പൈസ വാങ്ങാം എന്നുള്ളൊരു ഐഡിയ അവന് വരുന്നു. അങ്ങനെ നമ്മുടെ ബർഫിയും ബർഫിയുടെ സുഹൃത്തും ഒക്കെ ചേർന്നിട്ട് ഒരു ക്ലോറോഫോം ഒക്കെ റെഡിയാക്കി അവളെ മയക്കിയെടുത്ത് കിഡ്നാപ്പ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴത്തേക്കും അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ ജിൽമിലിനെ അവളുടെ അച്ഛൻ കഥ പറഞ്ഞു ഉറക്കുന്നതായിട്ടാണ്. അതിനുശേഷം കാണിക്കുന്നത് എന്താ, ഒരു പോലീസ് ഓഫീസറിന് ജിൽമിലിന്റെ അച്ഛൻ കോൾ ചെയ്യുന്നത്, അതായത് ജിൽമിലിനെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കരുതും ബർഫിയാണ് അവളെ കടത്തിയിട്ട് പോയതെന്ന്. എന്നാൽ അല്ല, ബർഫി അവളെ കടത്താനായിട്ട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ പോലീസ് ഓഫീസർ എല്ലാം വന്നു കഴിഞ്ഞിരുന്നു. എങ്ങനെയൊക്കെ അവൻ അവരുടെ കണ്ണിൽ നിന്നും പിടിക്കപ്പെടാതെ ഒളിഞ്ഞു മാറി ഓടുന്നു. അങ്ങനെ പിറ്റേന്ന് ബർഫിയുടെ അച്ഛനോടൊപ്പം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടുത്തെ പത്രത്തിൽ കാണും ജിൽമിലിനെ കാണാനില്ല എന്നുള്ളൊരു പരാതി പത്രത്തിലായിട്ട് കാണും. അപ്പോൾ ഇനി അച്ഛനെ രക്ഷിക്കാനായിട്ട് 7000 രൂപ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ആശയത്തിൽ അവൻ അടുത്ത ഐഡിയയിലേക്കുന്നു, അതായത് ഒരു ബാങ്ക് കൊള്ളയടിക്കുക. അപ്പോൾ ആ ബാങ്കിൽ പോയി ഒരു കളിത്തോക്കൊക്കെ എടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും പോലീസ് ഓഫീസർ വരുന്നതാണ്. ആ ഒരു പരിഭ്രാന്തിയിൽ അവൻ ആ തോക്ക് എടുക്കാനും പറ്റില്ല, അവൻ അവിടെ നിന്ന് പിന്നെയും ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ബർഫി ഓടി കയറി രക്ഷപ്പെടുന്ന ആ വണ്ടിയിൽ നമ്മുടെ ജിൽമിൽ ഉറങ്ങുന്നതായിട്ട് അവൻ കാണും. അങ്ങനെ നമ്മുടെ ബർഫി ആ വണ്ടി എടുത്ത് ജിൽമിലിനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ബർഫി ജിൽമിൽ തന്റെ കൂടെയാണുള്ളത്, തനിക്ക് 7000 രൂപ വേണമെന്നും പറഞ്ഞ് ഒരു ലെറ്റർ ജിൽമിലിന്റെ വീട്ടിലേക്ക് കൊണ്ടിട്ടിട്ട് ഓടി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവൻ അവന്റെ അച്ഛൻ്റെ കൂടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ചുറ്റും ആൾക്കാരൊക്കെ കൂടിയേക്ക്. എന്താ സംഭവം എന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോൾ എന്താ, നമ്മുടെ ജിൽമിൽ അവിടെ ആകെ ബഹളം ഉണ്ടാക്കി. അവർക്ക് ഓട്ടിസം ഉണ്ടല്ലോ, അപ്പോൾ പുതിയതായിട്ടുള്ള ആ ഒരു സറൗണ്ടിങ്സ് ഒന്നും പെട്ടെന്ന് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവൾ അവിടെ കിടന്ന് അലറി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളുകളെല്ലാം ഓടിക്കൂടി. അങ്ങനെ ബർഫി വന്നോടനെ തന്നെ അവളെ സമാധാനിപ്പിക്കുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവക്ക് കരച്ചിലൊക്കെ മാറി കുറച്ചൊക്കെ ഒന്ന് സമാധാനമായി ഇരിക്കാനുള്ള ശേഷി അവക്ക് കിട്ടുന്നു. അങ്ങനെ അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ ജിൽമിലിന്റെ മുത്തശ്ശനുണ്ടല്ലോ, അതായത് ആദ്യത്തെ സീനിൽ നിന്ന് അവളുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകുന്നിടത്തുള്ള ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നല്ലോ, ആ മുത്തശ്ശൻ അവളെ അന്വേഷിച്ച് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. നിന്റെ കൂടെ വിട്ടിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ നീ അവളെ എവിടെയോ കൊണ്ട് കളഞ്ഞേക്കുന്നു എന്ന് മുത്തശ്ശൻ അവനോട് ചോദിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ ജിൽമിലിനെ കടത്തിക്കൊണ്ടുപോയ വണ്ടിയിൽ നിന്ന് തെളിവുകളൊക്കെ എടുത്ത് ഈ 7000 രൂപ ചോദിച്ചല്ലോ, അപ്പോൾ അതൊരു കിഡ്നാപ്പായി മാറുകയാണ്. അപ്പോൾ ഈ 7000
1000 രൂപ കയ്യിൽ വെച്ചിട്ട് ജിൽമിലിന്റെ അച്ഛൻ തയ്യാറായി നിൽക്കും ഈ കടത്തിക്കൊണ്ട് പോയവനെ പിടികൂടാം എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ ബർഫി ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ കുറെ പിള്ളേരെ ആ ഏരിയയിലോട്ട് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ജിൽമിലിന്റെ അച്ഛൻ്റെ ആ പൈസ തട്ടിപ്പറിച്ച് ബർഫിക്ക് കൊണ്ടു കൊടുക്കുന്നു. അവൻ ആ പൈസ എത്രയും വേഗം തന്നെ കുട്ടികളുടെ നിന്ന് വാങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് അവന്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ബർഫിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മുടെ ബർഫി പഴയതുപോലെയല്ല, അവന്റെ സ്വഭാവം പാടെ മാറിയിരിക്കുന്നു. അങ്ങനെ ബർഫി ജിൽമിലിനെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലീസ് ഓഫീസർ ബർഫി അന്വേഷിച്ച് ബർഫിയുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന ബർഫി പോലീസ് ഓഫീസറിനെ കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ഓടി രക്ഷപ്പെടുമ്പോൾ തന്നെ പെട്ടെന്ന് അവൻ നിൽക്കുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൽമിൻ കുറുകെ വന്ന് നിൽക്കുന്നു. അങ്ങനെ അവളെയും കൂട്ടി അവൻ മുന്നോട്ടുള്ള യാത്ര തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ജിൽമിലിന്റെ കയ്യിൽ ഒരു കുഞ്ഞു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ അവൻ ഒരു അഡ്രസ്സ് എഴുതിയിട്ട് അവളുടെ കയ്യിൽ അത് കൊടുത്തിട്ട് അവിടെ റോഡിലേക്ക് നിർത്തിയിട്ട് അവൻ പോകുന്നു. എന്നാൽ ജിൽമിലിന് തനിയെ പോകാനൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിൽമിലിനെയും കൂട്ടി ബർഫി അവളെ നോക്കിയിരുന്ന നേരത്തെ ശുശ്രൂഷിച്ചിരുന്ന ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നുണ്ട്. ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിരുന്നു. അങ്ങനെ അവളെ അവിടെ കൊണ്ടാക്കിയതിനു ശേഷം നമ്മുടെ ബർഫി തിരിച്ച് ബസ്സിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അതാ ദൂരത്തു നിന്ന് നമ്മുടെ ജിൽമിൽ ഓടിക്കിതച്ച് അവനെ തേടി വരുന്നു. അങ്ങനെ ബർഫിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവളെയും കൂട്ടി പിന്നെയും യാത്ര തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം ബർഫി പത്രം നോക്കുമ്പോൾ ബർഫിയുടെയും ജിൽമിലിന്റെയും ഫോട്ടോ കൊടുത്തിട്ട് ഒരു പരസ്യം കാണും. അതായത് ഇവർ രണ്ടുപേരെയും കാണാനില്ല, ബർഫിയാണ് ഇവളെ കടത്തിക്കൊണ്ടു പോയത് എന്നുള്ളൊരു വാർത്ത. അങ്ങനെ അവിടെ നിൽക്കുന്നത് ഇനി ശരിയല്ല, ഇനി പോലീസ് പിടിക്കപ്പെടും എന്നാവുമ്പോൾ ബർഫി അവളെയും കൂട്ടി കൊൽക്കത്തയിലേക്ക് പോകുന്നു. അങ്ങനെ കൊൽക്കത്തയിലെത്തുന്ന ബർഫിയും ജിൽമലും ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ തന്നെ താമസിക്കുന്നു. അവൻ അവിടെ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാനായി ജോലിക്കും ചേരുന്നു. അങ്ങനെ ഒരു ദിവസം യാദൃശികമായി നമ്മുടെ ബർഫി ശ്രുതിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ശ്രുതിയെ പെട്ടെന്ന് കണ്ടുടനെ തന്നെ അവന്റെ മുടിയൊക്കെ കോതി ഒതുക്കി അവളെ നോക്കുമ്പോഴത്തേക്കും അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അത് കണ്ട് അവന് കുറച്ചുകൂടെ സങ്കടമാവുന്നു. പിറ്റേന്ന് നമ്മുടെ ബർഫിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞത്. ആ ഒരു വിശ്വാസം, അതായത് പോസ്റ്റ് മുറിച്ചിട്ട് അതിന് മുന്നിൽ പോയി നിൽക്കുന്നത് ബർഫി ജിൽമിലുമായിട്ട് ചെയ്യുന്നു. ജിൽമിൽ അവസാനം വരെയും അവന്റെ കൈ വിടാതെ പിടിച്ചു നിന്നു. ആ പോസ്റ്റ് അവരുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നു. അതായത് ജീവിത അവസാനം വരെയും അവർ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരിക്കും എന്നാണ് അതിനർത്ഥം. അത് കണ്ട് അവന് ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, പുള്ളിക്കാരി ബർഫിയെ കാണാനായിട്ട് ഒരു ദിവസം വരും. അപ്പോഴാണ് അറിയുന്നത് അവന്റെ കൂടെ ജിൽമിൽ എന്നൊരു പെൺകുട്ടിയും ഉണ്ടെന്ന്. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അവർ തിരിച്ചറിയുന്നു. അവർ രണ്ടുപേരും ഒരുപാട് ആസ്വദിക്കുന്നുവെന്നും അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ബർഫി ശ്രുതിയോട് പറയും, ഞാനും ഇവളും ഇഷ്ടത്തിലാണ്, ബർഫിയും ജിൽമിലും ഇഷ്ടത്തിലാണെന്ന് ശ്രുതിയോട് അവൻ പറയുന്നു. എന്നാൽ ശ്രുതിയുടെ ജീവിതമാണെങ്കിൽ നേരെ തിരിച്ചും. അവളുടെ ഭർത്താവിന് അവളോട് യാതൊരു ഇഷ്ടവുമില്ല, അവൾ അതുകൊണ്ട് തൃപ്തയുമല്ല. അങ്ങനെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ശ്രുതിയും ബർഫിയും ജിൽമിലും ഒന്നിച്ച് പങ്കിടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവർ മൂന്നുപേരും ഒന്നിച്ചിരിക്കെ ബർഫി ജിൽമിലിനെ എന്തോ കാര്യം പറഞ്ഞ് ചെറിയ രീതിയിൽ വഴക്കു പറയും. അവൾ പെട്ടെന്ന് തന്നെ പിണങ്ങി തിരിഞ്ഞു നടന്നു പോകുന്നു. ബർഫി അവളെ ആ റോഡിലൊക്കെ അന്വേഷിക്കുമ്പോൾ അവളെ കണ്ടുകിട്ടില്ല. ഒരുപാട് തിരക്കുള്ളതായിരുന്നു ആ റോഡ്. അവൻ ഒരുപാട് അന്വേഷിക്കുന്നു, രാപ്പകലില്ലാതെ അവൾ അന്വേഷിക്കുന്നു, എന്നാലും അവളെ കണ്ടു കിട്ടുന്നില്ല. അങ്ങനെ ശ്രുതി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ജിൽമിലിനെ കാണാനില്ല എന്നുള്ള ഒരു കേസ് കൊടുക്കുന്നു. അതിനുശേഷം തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് ആ പോലീസ് ഓഫീസർ വന്ന് ബർഫി എവിടെ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത്. അങ്ങനെ ശ്രുതി ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ബർഫിയുടെ അഡ്രസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പോലീസ് വന്ന് ബർഫിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പാവം ശ്രുതിക്ക് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് ബർഫിയുടെ അഡ്രസ് എല്ലാം പറഞ്ഞു കൊടുത്തത്. ഇതൊക്കെ കാണുമ്പോൾ അവൾ ഞെട്ടിപ്പോകുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. ഒരു ദിവസം ജിൽമിലിന്റെ അച്ഛന് ഒരു ലെറ്റർ വരും. അവളെ കിട്ടണമെങ്കിൽ 1,00,000 രൂപ അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ലെറ്റർ. ആ ലെറ്റർ അയാൾ പോലീസ് ഓഫീസറിനെ കാണിക്കുന്നു. ആ സമയത്താണ് നമ്മളുടെ ശ്രുതി വിളിച്ച് പറയുന്നത് ജിൽമിലിനെ കാണാനില്ല എന്ന്. ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെയാണ് ശ്രുതി ആ പോലീസ് ഓഫീസറിനെ വിളിച്ച് ജിൽമിലിനെ കാണാനില്ല എന്നുള്ള പരാതിയെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ ശ്രുതി ബർഫിയെ ജാമ്യത്തിൽ ഇറക്കാനായി പോകുമ്പോഴാണ് പോലീസ് ഓഫീസർ എല്ലാ കഥയും പറയുന്നത്. ബർഫിയെ ഒരുപാട് അടിച്ച് അവർ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, എന്താണ് സംഭവിച്ചതെന്നെല്ലാം ചോദിച്ചറിയുന്നു. എന്നാൽ പോലീസ് ഇവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചിരുന്നു. അതായത് ജിൽമിലിനെ കിട്ടണമെങ്കിൽ 1,00,000 രൂപ വേണമെന്ന് പറഞ്ഞ ഒരു ലെറ്റർ ജിൽമിലിന്റെ അച്ഛന് കിട്ടിയിരുന്നില്ലേ, ആ രൂപ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ജിൽമിലിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങുന്നതിനിടയ്ക്ക് തന്നെ ജിൽമിലിനുണ്ടായിരുന്ന കാറും ഒരു പുഴയിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ അവളുടെ ഡെഡ് ബോഡി ഒന്നും കിട്ടിയിരുന്നില്ല. ആ ഒരു കേസ് പോലീസിന്റെ ഇടയിൽ ചർച്ചയാകുന്നതിനോടൊപ്പം തന്നെ ബർഫിയാണ് അത് ചെയ്തതെന്നും വരുത്തി തീർക്കാനായി ഹയർ ഒഫീഷ്യലിൽ നിന്നും ആ പോലീസ് ഓഫീസർക്ക് നിർദ്ദേശം വന്നിരുന്നു. അങ്ങനെ ശ്രുതി ഒരു വക്കീലിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കും, നീ എന്തിനാ അവനെ ഇപ്പോഴും കാണാൻ പോകുന്നത്, നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, എന്തിനാ നിങ്ങൾ എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തത്? ഞാനിപ്പോൾ അവളുടെ കൂടെ ആയിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷവതിയായിരുന്നേനെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫെ തുലച്ചു, എന്റെ ലൈഫും എന്തിനാ ഇങ്ങനെ തുലച്ചത് എന്ന് അവൾ അവളുടെ അമ്മയോട് ചോദിക്കുന്നു. അങ്ങനെ പോലീസ് പറയുന്നത് കേട്ട് ജിൽമിലിന്റെ അച്ഛൻ ബർഫിയെ എടുത്തിട്ട് ഒരുപാട് അടിക്കുന്നു. അങ്ങനെ ബർഫിയും എങ്ങനെയോ
എങ്ങനെയൊക്കെയോ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നു. പിറ്റേ ദിവസം ശ്രുതിക്ക് പോലീസിന്റെ നിന്നും ഒരു കോൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ശ്രുതിയുടെ ഭർത്താവ് പറയും, നീ ഇപ്പൊ പോകുന്നെങ്കിൽ പൊയ്ക്കോ, പിന്നെ തിരിച്ചൊരിക്കലും എന്റെ അടുത്തേക്ക് വരരുത്. എന്നാൽ ശ്രുതി ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നു. അങ്ങനെ പോലീസ് ഓഫീസറിനെ കാണാനായി ശ്രുതി പോകുമ്പോൾ പോലീസ് ഓഫീസർ പറയും, നമ്മുടെ ബർഫി വെറും പാവമാണ്, അവനല്ല അവളെ കൊന്നത്, ഞാൻ എങ്ങനെയായാലും അവളുടെ കൊലയാളിയെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പോലീസ് ഓഫീസർ ശ്രുതിയോട് പറയുന്നു. എന്നിട്ട് ബർഫിയെ കൂട്ടിക്കൊണ്ടു പൊക്കോളൂ എന്നും ശ്രുതിയോട് പറയുന്നു. അങ്ങനെ ശ്രുതി ഡാർജിലിംഗിലേക്ക് ടിക്കറ്റ് എടുത്ത് ബർഫിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അവൾ പണ്ട് കണ്ടിരുന്ന ആ ബർഫി അവന്റെ ഉള്ളിൽ ഇപ്പോൾ ഇല്ല. ആകെ മാറിയിരിക്കുന്നു നമ്മുടെ ബർഫി. അവന്റെ ചിന്ത മുഴുവനും ജിൽമിലിന്റേതായിരുന്നു. അവൻ എപ്പോഴും അവളെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ബാഗിൽ ജിൽമിലിന്റെ ഒരു കുഞ്ഞു ഡയറി ഉണ്ടായിരുന്നില്ലേ, ആ ഡയറി അവൻ കാണുന്നു. ആ ഡയറി തുറന്നു നോക്കുമ്പോൾ അതിലൊരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ തന്നെ അവിടെ ഒരു ചുവരിലും എഴുതിയിരിക്കുന്നത് കാണാം. അങ്ങനെ ശ്രുതിയെ കൊണ്ട് ബർഫി ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. എന്നിട്ട് ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ സ്ഥലം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം ജിൽമിൽ താമസിച്ചിരുന്നില്ല, അതായത് ഒരു മുത്തശ്ശന്റെ കൂടെ. അവിടെ നല്ല അവളുടെ അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആ മുത്തശ്ശന്റെ വീട്ടിലേക്കായിരുന്നു അവർ പോയത്. അങ്ങനെ അവിടെ പോയി ബർഫി ആ മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, അവളല്ലേ മരിച്ചു പോയത്, അവളെയല്ലേ കാണാതായത്, പിന്നെ എങ്ങനെ അവൾ ഇവിടെ ഉണ്ടാവും എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ ബർഫിക്ക് അയാളെ നല്ല രീതിയിൽ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുറിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ബർഫി അവളെ എല്ലായിടത്തും തിരയുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ആ സീൻ കാണിക്കുന്നത്. അതായത് നമ്മുടെ ജിൽമിൽ കാണാതെ പോയ ആ രാത്രി ജിൽമിൽ ബർഫിയിൽ നിന്നും വഴക്കൊക്കെ വാങ്ങി തിരിച്ചു പിണങ്ങി നടന്നു വരില്ലേ. എന്നിട്ട് ജിൽമിൽ അവളുടെ മുത്തശ്ശനെ കോൾ ചെയ്യുന്നു. അങ്ങനെ ആ കോൾ ചെയ്തതിനു ശേഷം തന്നെ മുത്തശ്ശൻ ഒരുപാട് സന്തോഷമായി അവളുടെ അച്ഛനെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരുപാട് കടങ്ങളും ഉണ്ട്. അവളുടെ കടങ്ങൾ എല്ലാം തീർക്കാനായിട്ട് ഇവൾ കാണാതെ പോയി എന്നുള്ള പേരിൽ ട്രസ്റ്റിൽ നിന്നെല്ലാം പൈസ വാങ്ങാനായി ഇവരൊരു പ്ലാൻ ഇടുന്നു. അതിനുശേഷം രണ്ടാമതൊരു പ്ലാനാണ് ഇവളെ കൊല്ലുക എന്നുള്ളത്. എന്നാൽ ആ മുത്തശ്ശൻ അതിനുള്ള മനസ്സ് വരാതെ ആ കാറിൽ നിന്നും അവളെ മാറ്റിയിട്ട് ആ കാർ മാത്രം തള്ളി വിടുന്നു. എന്നിട്ട് അതിനുശേഷം ആ മുത്തശ്ശന്റെ കൂടെ തന്നെ ജിൽമിലിനെ നിർത്തുന്നു. അങ്ങനെ ആ സീനിൽ തന്നെ നമ്മുടെ ബർഫി ജിൽമിലിനെ തിരയുന്ന ആ ഒരു സീനുണ്ടല്ലോ, ആ സീനിൽ ബർഫി അവളെ തിരയുന്നത് ജിൽമിൽ ജനാല വഴി കാണും. അങ്ങനെ ജിൽമിൽ അവിടെ കിടന്ന് ബർഫി ബർഫി എന്ന് വിളിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ചെവി കേൾക്കാത്തത് കാരണം തിരിഞ്ഞു നോക്കുന്നുമില്ല. എന്നാൽ ശ്രുതിക്ക് ചെവി കേൾക്കാമല്ലോ. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജിൽമിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒന്ന് സ്തംഭിച്ചു നിൽക്കുന്നു. അതിനുശേഷം ബർഫിയോട് തിരിഞ്ഞു നോക്കാൻ പറയുന്നു. അങ്ങനെ ബർഫിയും ജിൽമിലും ഒന്നിക്കുന്നു. അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. എല്ലാവരും വയസ്സാകുന്നു. നമ്മുടെ ശ്രുതിയും ബർഫിയും ജിൽമിലും എല്ലാവരും വയസ്സാകുന്നു. ഒരു സ്കൂൾ പോലെയാണ്. അവിടെ ശ്രുതി നിൽക്കുന്നു. ശ്രുതിക്ക് ഒരു കോൾ വരുന്നു. അതായത് ആ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബർഫി മരണത്തോട് മല്ലിടുകയാണ്, അതായത് വയസ്സായി മരിക്കാൻ കിടക്കുകയാണ് എന്നുള്ളൊരു കോൾ. അങ്ങനെ ഉടൻ തന്നെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ജിൽമിലിനെയും കാണുന്നു. അങ്ങനെ ജിൽമിൽ അവനെ കെട്ടിപ്പിടിച്ച് ആ ആശുപത്രി കിടക്കയിൽ തന്നെ കിടക്കുന്നു. അതാണ് ലാസ്റ്റ് സീൻ. രണ്ടുപേരും ബർഫിയും ജിൽമിലും ആ ഒരു കിടക്കയിൽ തന്നെ മരിച്ചു പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് അവരുടെ കല്യാണത്തിലുള്ള ഒരു ഫോട്ടോ ആണ്. അതായത് ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു ചിരിയും സന്തോഷവും ഒക്കെ. അങ്ങനെ നമ്മുടെ ബർഫി എന്ന ചിത്രം അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബർഫിയുടെ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.